ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ, ഇപ്പോൾ മഴക്കാലമൊക്കെ വരാനായതല്ലേ. അപ്പോൾ വീടിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ചുറ്റുവട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉള്ള വീടിൻ്റെ പരിസരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഇലകളൊക്കെ വീട് നിറഞ്ഞിട്ടുണ്ടാവും, വെള്ളം കെട്ടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ വീടിൻ്റെ മുകളിലല്ല, നമുക്ക് വീടിൻ്റെ മുകളിൽ കൂടുതൽ സ്ഥലം കാലിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് നമ്മൾ പുറത്തുള്ള വിറകരൻ്റെ വീടുകളിൽ വന്നിട്ടുള്ള വിറകര, പിന്നെ കക്കൂസ് കുളിമുറിയൊക്കെ ഉള്ള ഭാഗമാണിത്. അപ്പോൾ അതിൻ്റെ അടുത്ത് മാഗണി, അരിനെല്ലി, മാവ് എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഇലയിട്ട് നിറഞ്ഞിട്ട് വീണിട്ട് നിറഞ്ഞെടുക്കണത്. അപ്പോൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൂടുതലുള്ള സമയത്ത് നമുക്ക് അതിന് മേലെ കയറാൻ പറ്റില്ല, നല്ല വെയിലാണ് ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് അടിക്കാൻ വേണ്ടി കയറിയത്. അപ്പോഴാണ് നമ്മളവിടെ അരിനെല്ലി പൂത്ത് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അരിനെല്ലിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ പെട്ടെന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് കുറച്ചൊക്കെ നോക്കിയെന്ന് അതിന് ഓരോന്നൊക്കെ പറിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് അടിക്കാൻ തന്നു. പക്ഷെ അടിച്ചിട്ട് ചൂലിനത് ഇവിടെ പോരുന്നില്ല, അതിന് മാത്രം ഉണ്ട്. പിന്നെ കൈക്കോട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ കുറേയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയതിൻ്റെ ശേഷമാണ് ഇവിടെ. ഇപ്പോൾ ഈ ഇടമഴ പെയ്തത് കാരണം ഇപ്പോൾ വെള്ളമൊക്കെ അതിൻ്റെ മേലെ കെട്ടി നോസിനുള്ളിൽ കൂടി പോണില്ല. അപ്പോൾ പോണില്ലായല്ല ഉണ്ട്, പക്ഷെ കുറേശ്ശെ പോണുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴത്തെ ഈ വെള്ളം കെട്ടി കിടന്നാൽ കൊതുക് പെരുത്ത് കഴിഞ്ഞാൽ ഡെങ്കി, മഞ്ഞപ്പിത്തം, അത് ഇത് പല ജാതി പേര് നമ്മൾ കേൾക്കാത്ത സൈസ് പനികളും അസുഖങ്ങളും ഒക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീടിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും, നമ്മളെ ബാത്റൂമിൻ്റെ മുകളിലാണെങ്കിലും വിറകേറിൻ്റെ മുകളിലാണെങ്കിലൊക്കെ ഇതുപോലെ മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കയറിയിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക. പിന്നെ ഇത് ഇഷ്ടംപോലെ മാഗണിയാണ് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ളത്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചപ്പ് ചവറുള്ളത്. നമ്മൾ അത്രയും അടിച്ച് കൊണ്ട് കൂട്ടിയിട്ട് ഇത് തീരല്ല. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണ നേരത്തെ പിന്നെ നമ്മൾ അരിനെല്ല് ഒന്ന് പറിച്ച് അങ്ങനെ തിന്നും. പിന്നെ അങ്ങനെ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് ഉദ്ദേശിച്ച് പിന്നെ ഈ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ അരിനെല്ലി പൂത്തിക്കണ, പിന്നെ ഈ ഇടമഴ അരിനെല്ലി, പിന്നെ കുരുമുളകിന് ഈ തോക്കന് തന്നെ എന്താ പറയാന്ന് അറിയില്ല, കുരുമുളക് 2ാം പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടി അതിനുള്ള തോക്കനുണ്ടാവുക, പിന്നെ ചാമ്പ, ഈ വക സംഭവങ്ങളൊക്കെ ചക്കി മാങ്ങിയും പൂക്കലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഉണ്ടാവുന്ന സംഗതിയാണ്. അതേപോലെ ഈ മഴച്ചാറിലിന് ഈ മുല്ല മുട്ട് ഇഷ്ടംപോലെ ഇടും, ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും വൃത്തിയാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോണൊരു പണിയാണിത്. എങ്കിലും വീടിൻ്റെ മുകളിൽ ഞാൻ കടിക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വക ടെറസിൻ്റെ മുകളിലാണെങ്കിൽ എവിടെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും കൂടി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ.